റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ കഅബാലയം നിർമ്മിച്ചത് എന്തിനു വേണ്ടിയാ? അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ലോകത്ത് സ്ഥാപിതമായ ഒന്നാമത്തെ ഭവനം. ആ ഭവനത്തിന്റെ തിരുമുറ്റത്ത് പോയി നിന്നുകൊണ്ട് പോലും മടവൂരേ എന്ന് വിളിച്ച് തേടാൻ പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിയാക്കളുണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾക്കൊരു പക്ഷേ അതൊക്കെ അതിശയോക്തിയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ കേട്ടോ, ഹജ്ജിന് പോയപ്പോ, മക്കത്ത് പോയപ്പോ ഒരു മുസ്ലിയാർക്ക് ഹജറുൽ അസ്വദിന്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റാതെ ആവുകയാണത്രേ. അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തത്ര കഠിനമായ തിരക്കാണ് ഹജറുൽ അസ്വദിന്റെ സമീപത്ത്. ഈ പോയതൊരു മോലേരുമാണ്. അപ്പൊ ഈ മോലേർക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നിയത്രേ, ഞാനെന്തിനാ ഇത്ര ഇടങ്ങേറാകുന്നത്, എവിടുന്നാ വിളിക്കുന്നതെന്ന് നോക്കണം. ഹജറുൽ അസ്വദുള്ള മൂലയുടെ ഭാഗത്ത് പരിശുദ്ധ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഈ മുസ്ലിയാർ അപ്പോ ഓർത്തുവത്രേ, എന്താ എനിക്ക് എന്റെ മടവൂരിനെ ഒന്ന് വിളിച്ചാൽ എന്നും പറഞ്ഞു മടവൂരേ എന്ന ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചപ്പോ എന്താ ഉണ്ടായതെന്ന് ബാക്കി മുസ്ലിയാർ പറഞ്ഞു തരും. അപ്പം മുസ്ലിയാർ പറയാണ്, ഷെയ്ഖുനാ എന്ന് വിളിച്ചോക്കാം, ഷെയ്ഖുനാ എന്ന് വിളിച്ചോക്കാം. എവിടുന്നാന്ന് ആലോചിച്ചോക്കണം. മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുസ്ലിയാർ 11 ഫാത്തിഹ ഓതി. ഷെയ്ഖേ, എന്റെ അവസ്ഥ ആർക്ക് അറിയാലോ, എനിക്കവിടെ പോയാൽ മുത്താനാലും കഴിയില്ല, എനിക്കിന്റെ അവസാനത്തെ വരുത്താത്. ഇനി ഞാൻ അറമിലെത്തുന്നു എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊന്ന് തൊട്ടുമുത്താനെങ്കിലും, ചുംബിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല, ഒന്ന് തൊട്ടുമുത്താനെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയ്ഖിനൊക്കെ വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന് നിൽക്കൊരു ഒറ്റ വിളി 11 ഫാത്തിഹ ഓതി. പെട്ടെന്ന് ഏതോ ഒരാള് ഈ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുമായി ബന്ധപ്പെട്ടു. ഇത് കേരളത്തിൽ നിന്ന് വന്ന ഒരു പണ്ഡിതനാണ്, അവർക്ക് ഹജറുൽ അസ്വദ് മൊത്തം സൗകര്യം ചെയ്യണം. പെട്ടെന്നൊരാൾ നല്ലത് ചെയ്യുവനില്ല, അത് തങ്ങി തസവൂറല്ലാത്ര വേറെ കാര്യം. പെട്ടെന്നൊരാൾ നല്ലത് ചെയ്യുവനില്ല, അത് തങ്ങി തസവൂറല്ലാത്ര വേറെ കാര്യം. പോലീസുകാരനുമായി ഇടപെട്ട് അങ്ങനെ ഈ പോലീസുകാരൻ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് ഈ പണ്ഡിതനെ അങ്ങോട്ട് വിളിച്ചു. ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അവർ പറഞ്ഞ ശരി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മുകളിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നു, തുമ്പിച്ചുകൊണ്ട് നിന്നു. ഇത് മുസ്ലിയാർ പറഞ്ഞ ഇത് അത്ര ആകോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോന്ന ഇതിന്റെ അപ്പുറാവും. അപ്പൊ എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് മറുപടി തരാൻ മാത്രമുള്ള അപാരമായ പവറാണ് ഷെയ്ഖുനാ നേടിയെടുത്തത്. എവിടെ വെച്ച് വിളിച്ചാലും നമുക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ള അപാരമായ പവറാണ് ഷെയ്ഖുനാക്ക് അല്ലാഹു കൊടുത്തത്. എവിടുന്നാ വിളിക്കണേ? ഹജറുൽ അസ്വദിന്റെ തൊട്ട് ചാരത്ത് നിന്ന് മടവൂരേനാണ് വിളിച്ചപ്പോ ഒരാളാണ് പ്രത്യക്ഷപ്പെട്ടത് മടവൂരനെ. ഉപ്പരാണ് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന പണ്ഡിതനാണ്, മുത്താൻ സൗകര്യം ചെയ്ത് കൊടുക്കണം. ഓണ പറയുമ്പോ കുറച്ചൊക്കെ ഒന്ന് കേൾക്കാനുള്ള സ്ഥലം പറയണ്ടേ. 10 മിനിറ്റ് മുപ്പർ അവിടെ മുഖത്തിലാണ്, അത് അവിടെ തിരക്കില്ലേ ഹജറുൽ അസ്വദിന്റെ അവിടെ. 10 മിനിറ്റ് പോയിട്ട് 10 സെക്കൻഡ് അവിടെ ചുമ്മിക്കാൻ അനുവദിക്കോ? 10 മിനിറ്റ് മുപ്പരുടെ മുഖം തൊള്ളൊക്കെ കൂടി അതിന്റെ ഉള്ളിൽ വെച്ചു ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ ഇതിന്റെ അപകടം എത്രയാണ് സഹോദരന്മാരെ? എവിടുന്ന് വിളിച്ചാലും ഉത്തരം കൊടുക്കുന്നയാളാണ് മടവൂർ. ഈ വിധത്തിലുള്ള ശിർക്കൻ പ്രചരണങ്ങൾ, ഈ വിധത്തിലുള്ള കുഫ്റൻ പ്രചരണങ്ങൾ ഈ സമൂഹത്തോട് ഇവർ പറയുമ്പോ ഇവർക്ക് നബിമാരോടെന്ത് ഖുർആനുള്ളത്, ഖുർആനിനോടെന്ത് ബഹുമാനമാണുള്ളത്?